ഹായ്. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശ ഇഷ്ടമല്ലാത്തവരുണ്ടോ? അപ്പം അതിന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ അതിനായിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ഉഴുന്ന് കുറച്ച് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ചില്ലറ പച്ചരി എടുക്കണം. അതായത് 2 ഗ്ലാസ് ഒരു ചുരുട് ഇട്ടാലും കുഴപ്പമില്ല. അപ്പം എത്ര ഉഴുന്നെടുക്കുന്നോ അതിൻ്റെ ഇരട്ടി പച്ചരിയും അതിൻ്റെ ഇരട്ടി ഒരു ചുരുട ഞാനിടും. നമുക്ക് ദാണ്ട് ഇതിപ്പോൾ ഒരു ഗ്ലാസ് തികച്ചില്ല കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഉഴുന്നേ ഇവിടെ ഇരിപ്പുള്ളായിരുന്നു. ബാക്കി ഇനി കവർ പൊട്ടിക്കണം. അപ്പം ഞാൻ ഇത് ഇത്രയും ഇടുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ അതിട്ട് ഇത് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ഇതുപോലെ കഴുകണം. ഈ വെള്ളം ഊറ്റി കളയുക. നമ്മൾ വീണ്ടും ദാണ്ട് ഇത്രയും വെള്ളം പിടിച്ച് ഇതുപോലെ ഉഴുന്നിലാട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉഴുന്നാണ് കേട്ടോ. നമുക്കിതിനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഉഴുന്നും അരിയെല്ലാം നമുക്ക് ഇതിനകത്ത് അരച്ചെടുക്കണം. അപ്പം നമുക്കിതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഏതൊരു സാധനം എന്ത് വെക്കുകയാണെങ്കിലും നമ്മളത് അടച്ചു വെക്കണം. അപ്പം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് പച്ചരി ഇടാം കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് കേട്ടോ. നമ്മുടെ സർക്കാരിൻ്റെ റേഷൻ കടയിലെ പച്ചരിയാണ്. നമ്മൾ 1 ഗ്ലാസ് പച്ചരി ഇട്ടു. ഇനി നമ്മൾ 1 ഗ്ലാസ് പച്ചരിയും കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി ഞാൻ പിന്നെ 1/2 ഗ്ലാസ് തികച്ചില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ് കൂടെ ഉണ്ട്. ഇതുകൂടെ നമ്മൾ ഇടുകയാണ്. ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്, ഉലുവ. അതൊരു 10 നണി. ഇത് ഇത്രയും ഉലുവയും കൂടെ നമ്മളങ്ങ് ഇട്ടു. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അരി നമ്മൾ നല്ലതുപോലെ ഒരു 3-4 വെള്ളം കഴുകണം കേട്ടോ. അങ്ങനെ നമ്മൾ 3-4 വെള്ളം കഴുകി ഇതുപോലെ അരി ഇതുപോലെ നമ്മൾ കുതിർക്കാൻ വെച്ച് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ആട്ടാം. 3 മണിക്കൂർ മിനിമം വേണം. അപ്പം നമ്മൾ ഇതുപോലെ അരി ഇതുപോലെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിലും വെച്ചു. ഇനി ഇതൊരു 3 മണിക്കൂർ മിനിമം കുതിരണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് അരയ്ക്കാം. അപ്പം നമുക്ക് ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വന്ന് നമ്മുടെ ഉഴുന്നെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉഴുന്നെടുത്ത് നമ്മളത് അരച്ചെടുക്കാൻ തുടങ്ങണം. നല്ലതുപോലെ ഉഴുന്ന് അരയ്ക്കണം കേട്ടോ. ഞാൻ ആദ്യം ഉഴുന്നാണ് അരയ്ക്കുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പക്ഷേ ആദ്യം ഉഴുന്നാണ് അരയ്ക്കുന്നത്. നല്ല രീതിക്ക് അരച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ആ അതായത് ഇതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തണുത്ത വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ തണുത്ത വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്ത് കേട്ടോ. അപ്പം ബാക്കി കുറച്ച് വെള്ളം കൂടെ വെച്ചേക്കണം നമ്മൾ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലതുപോലെ നമ്മുടെ ഉഴുന്ന് അരഞ്ഞിട്ടുണ്ട്. നമ്മളത് പാത്രത്തിനകത്തോട്ട് നമ്മളത് ഒഴിച്ചെടുക്കുകയാണ്. ഒഴിച്ച് വെച്ചിട്ട് ഇനി നമ്മുടെ കുതിർക്കാനിട്ടേക്കുന്ന അരി എടുക്കുകയാണ് കേട്ടോ. അപ്പം അരി നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ആ ജാറിലോട്ട് തന്നെ ഇട്ട് നമ്മളത് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ചോറ് ചേർക്കും കേട്ടോ. കുറച്ച് ചോറ് നമ്മൾ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ചോറ് ചേർക്കും. ചിലർ അവിൽ ചേർക്കും. എന്നിട്ട് നമ്മൾ ആ തണുത്ത വെള്ളത്തിൻ്റെ ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് കേട്ടോ. അവിൽ ചേർത്താലും നല്ലതാണ്, ചോറ് ചേർത്താലും നല്ലതാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം കേട്ടോ. അപ്പം നമ്മൾ അരി അരഞ്ഞിട്ടുണ്ട്. അരി നല്ലതുപോലെ അരയണ്ട. അരി അരയുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് വേണം കേട്ടോ. അരി ഉഴുന്നരയുന്നതിൻ്റെ കൂട്ട് അരയണ്ട. അതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു തരിതരിപ്പ് നമ്മൾ അരി അരച്ച് കഴിയുമ്പം കാണണം കേട്ടോ. അപ്പം എന്നാലേ നല്ല സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ രണ്ടും കൂടെ മിക്സ് ആക്കിയില്ല. ഇങ്ങനെ ആദ്യം ഉഴുന്ന് അരച്ചതൊഴിച്ചു. പിന്നെ നമ്മൾ അരി അരച്ചതൊഴിച്ചു. ഇനി നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ കൈക്കൊരു ചെറിയ ചൂടുണ്ട്. അതിനകത്ത് ഇനി ഒന്നും വിചാരിക്കേണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കണം. അപ്പം എന്നാലേ നമ്മൾ നല്ല രീതിക്ക് ഈ മാവ് പുളിച്ച് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ പൊക്കി ഇങ്ങനെ ഒഴിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുപോലെ കുമിളകൾ വരും. അപ്പോഴാണ് നല്ലതുപോലെ മാവ് സോഫ്റ്റായിട്ട് പൊങ്ങി വരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വെയിറ്റ് വെക്കണം. ഞാൻ ഒരു ചരുവത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. അതാണ് അതിൻ്റെ വെയിറ്റായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് മാവ് എന്തായെന്ന് നോക്കാം. അപ്പം രാവിലെ ഞാൻ വന്ന് നോക്കുകയാണ്. ഇപ്പോൾ രാത്രി ഞാൻ 9 മണി കഴിഞ്ഞ് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്നപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാവ് കണ്ടോ. നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവാണ്. അപ്പോൾ നല്ല രീതിക്ക് പൊങ്ങി നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു തവിയിട്ട് നോക്കാം. കണ്ടോ,
നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ, നമ്മളിങ്ങനെ തവിയിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നല്ലതുപോലെ സോഫ്റ്റാണ് ആ മാവെന്ന്. അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ആർക്കും ഫ്ലോപ്പ് ആവില്ല, നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ദോശയും ഇഡലിയും എല്ലാം നമുക്കിതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം ആദ്യം ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡലിത്തട്ടിലോട്ട് ഇതുപോലെ മാവൊക്കെ കോരി ഒഴിച്ച് നമ്മളിതുപോലെ വേവിക്കാൻ വെച്ചു കേട്ടോ, ആവി കയറ്റാൻ വെച്ചു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല സോഫ്റ്റാണ്. എനിക്ക് എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ അടർത്തി കാണിച്ചേനെ. നല്ല സോഫ്റ്റാണ്. അതേ മാവ് കൊണ്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. തുമ്പൂസിന് നല്ല പ്ലെയിൻ ദോശയാണ് ഇഷ്ടം. ഏത് ദോശ വേണമെങ്കിലും നല്ല സോഫ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം നമ്മൾ ദോശയും ഇഡലിയും സാമ്പാറും ഇതുപോലെ എടുത്തിട്ടുണ്ട്. തുമ്പൂസ് രാവിലെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ സ്കൂളിൽ പോകാൻ. അപ്പം തുമ്പൂസിന് ഇതൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഹൈപ്പും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ. ഓക്കെ.